ഹായ് ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇനിയിപ്പോൾ മഴയൊക്കെ വരാൻ പോവില്ലേ, അപ്പോൾ നമ്മൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതേപോലെയുള്ള ചിപ്സൊക്കെ ഉണ്ടാക്കി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മഴയെ ആസ്വദിച്ച് കാണാം, ചിപ്സും കഴിക്കാം. അപ്പം നല്ല രസമില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ശീമച്ചക്ക കൊണ്ട് നമുക്കൊരു വറ്റലുണ്ടാക്കാമെന്ന് കരുതി. അതിനായിട്ട് ആദ്യം തന്നെ ശീമച്ചക്ക നല്ലോണം തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. കനം കുറച്ച് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം, ഒരേപോലെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. അതിന് ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു ഊറ്റപാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം ഊറ്റപാത്രത്തിൽ വെള്ളം നല്ലോണം വാർന്നതിന് ശേഷം നമ്മൾ പാത്രത്തിലോട്ട് ഇടണം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ നല്ലോണം കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയുടെയോ ഉപ്പിൻ്റെയൊന്നും അളവ് പറയാത്തതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ചക്കയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത്. ഞാനിപ്പോൾ ഒരു ചക്കയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. നിങ്ങൾ 2 ചക്കയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് നേരമൊന്നും ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ എണ്ണ ഉപയോഗിക്കാം. എപ്പോഴും നമ്മൾ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ല ടേസ്റ്റി കേട്ടോ. എപ്പോഴും അതാണ് നല്ലത്. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ചക്ക ഒന്ന് നല്ലോണം കോരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചക്ക ഓരോ തവിയായിട്ട് നമ്മൾ കോരിയിട്ട് കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഈ കോരി ഇടുന്ന സമയത്ത് ഒത്തിരി ഒന്ന് അകലം പാലിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കോരിയിടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ പുറത്തൊക്കെ വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് വീഴും. ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവന്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവം വെളിച്ചെണ്ണയ്ക്കുണ്ട്. വെളിച്ചെണ്ണ നല്ല ഓയിലിന് എല്ലാത്തിനും ഉണ്ട് അങ്ങനെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫായിട്ടൊക്കെ നിന്നിട്ട് വേണം കോരിയിടാനായിട്ട്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണാപ്പിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു 2 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തീ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണം. അതായത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ വറുത്തെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് ഒരുപാട് കനം കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ തീയൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഇതേപോലെ നല്ലവണ്ണം പാകമാകുമ്പോഴത്തേക്കും നമ്മൾ കോരിയെടുക്കുമ്പോഴത്തേക്ക് എണ്ണ പെട്ടെന്ന് വാർന്ന് കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ചരിച്ച് വെച്ച് കണ്ണാപ്പി ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ പൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കവറ്റലൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതുണ്ടല്ലോ വറ്റൽ തയ്യാറായിട്ടുണ്ട്. നല്ലോണം നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ പൊട്ടിക്കുമ്പോൾ നല്ല സൗണ്ട് എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.